ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പിസ്ത കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്പഞ്ച് ഞാൻ ഈ വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നോർമൽ വാനില സ്പഞ്ചാണ്. അപ്പോൾ ഇത് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇതൊരു 3 ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വെറ്റ് ചെയ്യാനായിട്ട് നോർമൽ ഷുഗർ സിറപ്പിൽ നമുക്ക് 2-3 ഡ്രോപ്പ് പിസ്തയുടെ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്പഞ്ചിൽ ഫ്ലേവർ ചേർക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇനി നമ്മളൊരു ബേസ് എടുത്തിട്ട് കുറച്ച് ക്രീമാക്കി കൊടുക്കാം. അതിന് മുകളിലായിട്ട് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇത് ഷുഗർ സിറപ്പ് ഉപയോഗിച്ചിട്ട് നന്നായി വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ കൊടുക്കുന്നത് പിസ്തയുടെ ക്രഷാണ്. ഇതിൻ്റെ റേറ്റ് 300 രൂപയാണ് കേട്ടോ. ക്രഷ് നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം മുകളിലായിട്ട് പിസ്തയുടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കോമ്പൗണ്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ കേക്കിൻ്റെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതും ഷുഗർ സിറപ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കണം. മുകളിലായിട്ട് ക്രീം ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് വീണ്ടും പിസ്തയുടെ ക്രഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോമ്പൗണ്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ലെയറിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് 2 ലെയറിൽ വേണമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ലെയറിൽ കൊടുത്താലും മതി. ഇനി ലാസ്റ്റ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് ഉപയോഗിച്ചിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം ഉപയോഗിച്ചിട്ട് കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡ് ഭാഗമൊക്കെ ഒരു ടിഷ്യൂ ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം ക്രീം ഉപയോഗിച്ചിട്ട് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടിയിട്ടുള്ളൊരു കേക്കാണ് പിസ്ത കേക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. കൊണ്ടുപോയവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. സൈഡ് ഭാഗമൊക്കെ ഇതുപോലൊരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ക്രീമില്ലാത്ത ഭാഗത്ത് നമുക്ക് ക്രീമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. പിന്നെ ഇത് 2 രീതിയിൽ ചെയ്യാം. സൈഡിലൊക്കെ നമുക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗനാഷ് ഒഴിച്ചിട്ടും ചെയ്യാം. കൂടുതൽ ടേസ്റ്റ് വരിക ഗനാഷ് ഒഴിച്ച് ചെയ്യുമ്പോഴാണ്. ഇനി സൈഡ് വശം ഇതുപോലൊരു സ്ക്രേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് ഒരു 10 മിനിറ്റ് വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മളിവിടെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1/2 കപ്പ് പിസ്തയുടെ കോമ്പൗണ്ട് ഇട്ട് കൊടുത്തിട്ടാണ് 1 ടീസ്പൂൺ ബട്ടർ യൂസ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് 2-3 ഡ്രോപ്പ് പിസ്തയുടെ എസൻസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറു ചൂടോടെ തന്നെ നമ്മുടെ കേക്കിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലൊരു ചെറിയ നോസിൽ യൂസ് ചെയ്തിട്ട്, സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണ്ടൻറ്റ് കട്ട് ചെയ്തിട്ട് അതിൽ ഫോണ്ടൻറ്റ് പെന്നുകൊണ്ട് പേരെഴുതിയിട്ടാണ് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നത്. കൂടാതെ ഞാൻ ഹാർട്ട് ഷേപ്പിൽ കുറച്ച് ഫോണ്ടൻറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണിത്. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.